Okay. Good afternoon, all of you. All of you mark your attendance. All of you mark your attendance. Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 6ാമത്തെ ലെസൺ എന്താണ് പാഠത്തിന്റെ പേര്? കാട്. Can you hear me? Yes. Okay. അപ്പൊ കാട് അതല്ലേ നമ്മൾ എടുത്തത്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സില്? നമ്മൾ പറഞ്ഞു അല്ലേ, അരയാലുണ്ടൊരു പേരാലുണ്ട്, നാനാജാതി മരങ്ങളുമുണ്ട്, കളകളമൊഴുകുന്ന അരുവികളുണ്ട്, പാറി നടക്കും കിളികളുമുണ്ട്, ഓടിച്ചാടും മാനുകളുണ്ട്, ചീറിപ്പായും പുലിയതുമുണ്ട്, ജടതൂക്കും മൃഗരാജനുമുണ്ട്, കാണാം ദൂരെ കാടിതു വീട്. ഓക്കെ അല്ലേ? പേജ് നമ്പർ കണ്ടില്ലേ എല്ലാരും? 22 അല്ലെ? 23 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത് അല്ലേ? ഓക്കെ, all of you take your textbook, page number 23. ഓക്കെ, ലിസൺ. 23 അല്ലേ? എന്താണ് അവിടെ? വൃക്ഷം. നമ്മൾ എഴുതിയത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? വൃക്ഷം, പക്ഷി, ക്ഷമ, ഭക്ഷണം. നെക്സ്റ്റ് നമ്മൾ ഡാഷിലെടുത്ത് ഫില്ല് ചെയ്തു. വൃക്ഷം, പക്ഷി, ക്ഷമ, ഭക്ഷണം. ഓക്കെ, എന്റെ താഴെ എന്താ നമ്മൾ പറഞ്ഞേ? വൃക്ഷക്കൊമ്പിൽ പക്ഷിക്കൂട്. വൃക്ഷക്കൊമ്പിൽ പക്ഷിക്കൂട് അല്ലേ? എല്ലാവരും അത് ഫിനിഷ് ആക്കിയല്ലേ? ഓക്കെ, 2 ലൈൻ ബുക്കിൽ എല്ലാ മക്കളും എഴുതിയോ? വൃക്ഷം, പക്ഷി, ക്ഷമ, ഭക്ഷണം. ഓക്കെ, എല്ലാവരും എഴുതിയോ? ഓക്കെ, എന്റെ ലാസ്റ്റ് നമ്മൾ എഴുതിയ വൃക്ഷക്കൊമ്പ് പക്ഷിക്കൂട്. അടുത്ത പേജ് എടുത്തേ മക്കൾ എല്ലാവരും. അടുത്ത പേജിൽ എന്താ പറയുന്നത്? 24, പേജ് നമ്പർ 24. ഓക്കെ, ആരാ അവിടെ കാണുന്നത്? ആരെയാ അവിടെ കാണുന്നേ മക്കൾ എല്ലാവരും? നമ്മുടെ രാജാവായ സിംഹത്തിനെയാണ് അല്ലേ? ആരാണ്? കാട്ടിലെ രാജാവായ സിംഹത്തിനെ, ലയനെയാണ് അവിടെ കാണുന്നത് അല്ലേ? ഓ, എന്താ വായിക്കണ്ടേ? താഴെ എഴുതിയ നോക്കിയേ. സിംഹം അല്ലേ? എന്തിട്ടിട്ടുണ്ട്? അനുസ്വാരം ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഹാ എഴുതി അതേപോലെ അനുസ്വാരം. ഓക്കെ, സിംഹം. നെക്സ്റ്റ് താഴെ എന്താ എഴുതിയ നോക്കിയേ മക്കള്? സിംഹം, ദാഹം, ദേഹം, മോഹം. കണ്ടോ? ഒന്നുകൂടി വായിച്ച മിസ്സിന്റെ കൂടെ ഉറക്കെ വായിച്ച എല്ലാവരും. സിംഹം, മോഹം. മോഹം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താ എഴുതേണ്ടത്? ഡാഷ്. എന്ത് എഴുതണം? അല്ലേ? സിംഹം എഴുതി എല്ലാവരും. ആ എഴുതിയിട്ട് അനുസ്വാരം ഇടണം അല്ലേ? സിംഹം. നോക്കി എഴുതിയേ. അവേദ്യ എഴുതിയ മോളെ. സിംഹം. നെക്സ്റ്റ് വൺ എന്താണ്? ദാഹം. സിംഹം, ദാഹം. അടുത്തത് ദേഹം. ഫോർത്ത് വൺ എന്താ? ലാസ്റ്റ് മോഹം. ഓക്കെ, എഴുതുന്നുണ്ടോ എല്ലാവരും? അഡോൺ ജോസഫ് എഴുതിയോ മോനെ?
ദാഹം സിംഹം ദാഹം ദേഹം മോഹം. ദാഹം ദേഹം എഴുതിയോടാ? ഒരാള് മ്യൂട്ട്. യെസ്, ഫിനിഷ് ആണല്ലേ. നെക്സ്റ്റ് വൺ എന്താണ്? അടുത്ത കോളത്തിൽ എന്താ എഴുതേണ്ടത് നോക്കിയേ മക്കളെ. യെസ് യെസ്. നെക്സ്റ്റ് കോളത്തിൽ എന്താ എഴുതേണ്ടത്? അതേ കാര്യം നമുക്ക് വീണ്ടും എടുത്ത് എഴുതണം അവിടെ. സിംഹം. ഫസ്റ്റ് റോയിൽ എന്ത് എഴുതണം? കോളത്തില് സിംഹം. നെക്സ്റ്റ് വൺ ദാഹം. പെൻസിൽ കൊണ്ട് നല്ല വൃത്തി എഴുതണം, തെറ്റിക്കാതെ. അടുത്ത ദേഹം. അടുത്തത് മോഹം. എന്താണ്? യെസ്, എല്ലാം ചെയ്തോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഓ, ഇന്ന് ഷഹാൻ സലീം ഉണ്ടോ ക്ലാസ്സില്? ഓക്കെ, വെരി ഗുഡ്. ഫിനിഷ് ചെയ്തു എല്ലാ മക്കളും അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നോക്കിയേ. അല്ല, അടുത്ത എന്താ വായിക്കുക? സിംഹം കാട്ടിലെ രാജാവ്. സിംഹം കാട്ടിലെ രാജാവ്. കണ്ടോ? അപ്പൊ അടുത്ത ലാസ്റ്റ് വൺ ചൊല്ലാം രസിക്കാം എന്നാണ് അല്ലേ? നീലക്കുയിലേ നീലക്കുയിലേ നീയെന്തെന്നോട് മുണ്ടാത്തേ, കാറും മഴയും പോയല്ലോ കാടുകളൊക്കെ പൂത്തല്ലോ. അല്ലെ? എന്താണ്? നീലക്കുയിലേ നീലക്കുയിലേ നീയെന്തെന്നോട് മുണ്ടാത്തേ, കാറും മഴയും പോയല്ലോ കാടുകളൊക്കെ പൂത്തല്ലോ. ഓക്കെ. അപ്പൊ എന്താണ് ആ വരികൾ നോക്കിയേ. നീലക്കുയിലേ നീലക്കുയിലേ നീയെന്തെന്നോട് മുണ്ടാത്തേ, കാറും മഴയും പോയല്ലോ കാടുകളൊക്കെ പൂത്തല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ പേജ്, ആ പേജിൽ എന്തൊക്കെ പഠിച്ചു? സിംഹം, ദാഹം. ആദ്യത്തെ ഫസ്റ്റ് വൺ സിംഹം. നെക്സ്റ്റ് താഴെ എന്താ? സിംഹം, ദാഹം, ദേഹം, മോഹം. സിംഹം, ദാഹം, ദേഹം, മോഹം. ഓക്കെ. ലാസ്റ്റ് റോയിൽ എഴുതിയത് എന്താ? സിംഹം, ദാഹം, ദേഹം, മോഹം. Say loudly. സിംഹം, ദാഹം, ദേഹം, മോഹം. വായിക്കാൻ പഠിച്ചു എല്ലാവരും? അതിന്റെ താഴെയുള്ളത് സിംഹം കാട്ടിലെ രാജാവ്. പിന്നെന്താ ഉള്ളത്? ചൊല്ലാം രസിക്കാം. നീലക്കുയിലേ നീലക്കുയിലേ നീയെന്തെന്നോട് മുണ്ടാത്തേ, കാറും മഴയും പോയല്ലോ കാടുകളൊക്കെ പൂത്തല്ലോ. ഓക്കെ. ഇത്രയാണ് ആ ഒരു പേജിലുള്ളത് അല്ലേ? അപ്പൊ സിംഹം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ വായിക്കാൻ? സിംഹം. അടുത്തത് ദാഹം, ദേഹം, പിന്നെയോ മോഹം അല്ലേ? ആദ്യം നമ്മൾ ഇക്ഷ എന്ന അക്ഷരം പരിചയപ്പെട്ടു. എന്തൊക്കെ? വൃക്ഷം, ഭക്ഷണം, ക്ഷമ, പിന്നെയോ അടുത്തത് പക്ഷി അല്ലെ? ഇക്ഷ എന്നുള്ള വാക്കാണ്. നെക്സ്റ്റ് ഇപ്പൊ നമ്മള്
സിംഹം ഹ ഹം അല്ലെ സിംഹം ഉണ്ടോ ഹായാണല്ല ഹം 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 സിംഹം ദാഹം ദേഹം മോഹം ഓക്കെ അപ്പൊ അനുസ്വാരം ഏതാ ഈ അനുസ്വാരം അനുസ്വാരത്തെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് എന്താ അനുസ്വാരം ആദ്യത്തേല് കൂട്ടക്ഷരം പഠിച്ചു രണ്ടാമത്തേല് അനുസ്വാരം പഠിച്ചു അല്ലെ അപ്പൊ ഘോഷിയും അനുസ്വാരവും കൂടെ ചേർന്നാണ് സിംഹത്തിൽ വരുന്നത് അല്ലേ അപ്പോ എന്തൊക്കെയാ അതിന് സിംഹം എങ്ങനെയാ അനുസ്വാരം എഴുതുക മക്കളെ ഏതാ ഈ അനുസ്വാരം വിസർഗൊക്കെ എങ്ങനെയാ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി കാണിച്ചാൽ എഴുതിയെടുക്കൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ എന്ന് വരുന്നതാണ് കേട്ടോ സോറി ഇങ്ങനെ ഒരു കുഞ്ഞി പൂജ ഇവിടെ ഇല്ല നമ്മള് ഇതാണ് അനുസ്വാരം അല്ലെ മരം സിംഹം ദേഹം ദാഹം എന്നൊക്കെ ഉള്ളതിൽ അവസാനം എന്താ ഉണ്ടായത് ഒരു കുഞ്ഞു പൂജയുണ്ട് അല്ലെ എഴുതിയിട്ട് അതാണ് അനുസ്വാരം ഓക്കെ പിന്നെ നമുക്കുള്ളത് ചൊല്ലാം രസിക്കാം എന്നാണ് അല്ലെ അത് നമ്മൾ പാടി സിംഹം കാട്ടിലെ രാജാവാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ ഓക്കെ അപ്പൊ എന്തുകൊണ്ടാ ഈ സിംഹത്തെ കാട്ടിലെ രാജാവാക്കിയത് ആർക്കറിയാം എന്തൊക്കെ കൊണ്ടാ സിംഹം കാട്ടിലെ രാജാവായത് വെറുതെ ഒരാളെ പിടിച്ച് രാജാവാക്കൂ എന്താണ് അഡോണേ ധൈര്യമുണ്ട് പിന്നെയോ ശക്തിയുണ്ട് അല്ലേ പിന്നെ അടുത്തത് ഗൗരവ ഭാവാണ് ഗൗരവത്തിലുള്ളതാണ് അല്ലെ ആള് ഓക്കെ അപ്പോ സിംഹത്തിനെ വെറുതെ അല്ല പിടിച്ച് രാജാവാക്കിയത് അല്ലേ ധൈര്യമുണ്ട് അസാമാന്യമായ ധൈര്യമുണ്ട് നെക്സ്റ്റ് എന്താണ് ശക്തിയുണ്ട് ഗൗരവഭാവവും ഉണ്ട് ഇതൊക്കെ കൊണ്ടാണ് സിംഹത്തിന് എന്താക്കിയേ രാജാവ് കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് അല്ലേ അടുത്ത് നമുക്ക് ചൊല്ലാം രസിക്കാം എന്നുള്ള ഒരു പാട്ട് നമ്മളിപ്പോ പാടിയല്ലേ അത് എന്താണ് പാടാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും ഉണ്ടോ മക്കളെ നമുക്ക് പാടാം നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോട് മിണ്ടാത്തേ കാറും മഴയും പോയല്ലോ കാടുകളൊക്കെ പൂത്തല്ലോ അടുത്ത പേജിൽ എന്താ മക്കളെ ഇപ്പൊ നല്ലപോലെ ഇത് വായിക്കണേ ഇന്ന് നമ്മൾ പഠിച്ച സിംഹം ദാഹം ദേഹം മോഹം ഇത്രയും വേർഡ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അവിടെ അനുസാരം എന്നുള്ള എങ്ങനെയാണെന്നും പഠിച്ചു അപ്പൊ ഇവിടെ ഹം എന്ന അക്ഷരം ഒരുപാട് വരുന്നത് പഠിച്ചു നെക്സ്റ്റ് മുൻപിലത്തെ പേജില് ഇച്ഛ അല്ലെ ക്ഷമ പക്ഷി വൃക്ഷം ഭക്ഷണം ഇച്ഛ എന്ന കൂട്ടക്ഷരമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അല്ലെ നെക്സ്റ്റ് ഇപ്പുറത്തെ അടുത്ത പേജിൽ ഹം അല്ലെ മോഹം സിംഹം ദേഹം പിന്നെയോ ദാഹം ഇത്രയും വേർഡ്സ് ആണ് അവിടെ പരിചയപ്പെടുത്തിയത് അല്ലെ ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പഠിക്കാനുള്ള നോക്കിയ മക്കള് അക്ഷരമാല നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഒന്നുകൂടി റിവൈസ് ചെയ്യാനല്ലേ ഓർമ്മിപ്പിക്കണേ അക്ഷരമാല ഏതൊക്കെ അക്ഷരമാലയാ ഉള്ളത് മലയാളത്തില് ഏതൊക്കെയാ ആർക്കൊക്കെ അറിയാം നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു അക്ഷരമാല മലയാളത്തിൽ ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങളുണ്ട് അല്ലേ ഉണ്ടോ ഏതൊക്കെയാ ഗൗരി എന്താ ഗൗരി എന്നൊക്കെ പറയണം അല്ലേ എന്താ ഗൗരി എന്താ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം കൂട്ടക്ഷരം കൂട്ടക്ഷരം കഴിഞ്ഞാൽ ചില്ലക്ഷരങ്ങള് അല്ലെ പിന്നെയോ ചിഹ്നങ്ങളും ഉണ്ട് മലയാളത്തിൽ അല്ലെ അപ്പൊ അക്ഷരമാലയില് സ്വരാക്ഷരങ്ങള് വ്യഞ്ജനാക്ഷരങ്ങള് ചില്ലക്ഷരങ്ങള് ചിഹ്നങ്ങള് കൂട്ടക്ഷരങ്ങള് ഇത്രയും ആയാലാണ് അക്ഷരം മലയാള അക്ഷരങ്ങൾ കംപ്ലീറ്റ് ആവുന്നത് അല്ലെ അപ്പോ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാ ആ ഇ ഉ എ ഐ ഒ ഔ അം അ
നെക്സ്റ്റ് വ്യഞ്ജനങ്ങൾ ഏതൊക്കെയാ? ഖ ഖ ഗ ഖ ങ, ഛ ഛ ജ ഛ ഞ, ട ഠ ഡ ഠ ണ, നെക്സ്റ്റ് ത ഥ ദ ഥ ന, പ ഫ ബ ഫ മ, യ ര ല വ ശ ഷ സ ഹ ള ഴ റ അല്ലേ? പിന്നെ വരുന്ന നെക്സ്റ്റ് ചില്ലക്ഷരങ്ങളാണ്. ഏതൊക്കെയാ ചില്ലുകള്? മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാ? ഏതൊക്കെയാ? ഹെസ ഏതൊക്കെയാ? ഹെസക്ക് അറിയോ? ഇൽ, ഇൻ, 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 ഇർ, ഇൽ, ഇൽ അല്ലേ? 5 എണ്ണ ഉള്ളത്. ഏതൊക്കെ? ഇൻ, ഇൻ, ഇർ, ഇൽ, ഇൽ. കണ്ടോ നിങ്ങള്? ഓ, നെക്സ്റ്റ് വരുന്നതാണ് കൂട്ടക്ഷരങ്ങൾ. കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാ? ഇക്ക, ഇങ്ങ, ഇങ്ക, ഇച്ച, ഇജ്ജ, ഇഞ്ഞ, ഇഞ്ച, ഇണ്ട, ഇണ്ട, ഇമ്പ, ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അപ്പൊ ക, ഇക്ക, ച, ഇച്ച, ത, ഇട്ട, ത, ഇത്ത, പ, ഇപ്പ, വ, ഉവ്വ അങ്ങനെ വരും കേട്ടോ. അതേപോലെ എല്ലാനും ഉണ്ട് അല്ലെ കൂട്ടക്ഷരങ്ങള്. കൂട്ടക്ഷരങ്ങൾ ഒരുപാടുണ്ട്. ശ, ഇശ, സ, ഇസ, ള, ഇള്ള അല്ലെ? ഇക്ക, ഇങ്ങ, ഇങ്ക, ഇച്ച, ഇജ്ജ, ഇഞ്ഞ, ഇഞ്ച, ഇണ്ട, ഇറ്റ്ന, ഇട്ട, ഇണ്ണ, ഇണ്ട, ഇണ്ട. ഉണ്ടോ? പലതരത്തിലുണ്ട്. ഇണ്ട, ഇത്ത, ഇദ്ദ, ഇത്ത, ഇന്ന, ഇന്ത. നെക്സ്റ്റ് ഇന്ത, ഇന്ത, ഇന്ത. ഗാന്ധിജി എന്നൊക്കെ എഴുതുന്നുണ്ടോ? +ായാണ് ഗാന്ധിജി അല്ലേ? അടുത്തത് ഇപ്പ, നെക്സ്റ്റ് ഇമ്പ, നെക്സ്റ്റ് ഈയ, നെക്സ്റ്റ് ഇശ, നെക്സ്റ്റ് ഇസ, ഇള്ള അല്ലേ? കൂട്ടക്ഷരങ്ങള് കണ്ടോ നിങ്ങള്? അപ്പൊ അക്ഷരമാല എന്ന് പറയുന്നത് സ്വരങ്ങള്, വ്യഞ്ജനങ്ങള്, ചില്ലുകള്, ചിഹ്നങ്ങള്, കൂട്ടക്ഷരങ്ങള്. ഇത്രയും കൂടണം അല്ലേ? ഇതൊക്കെ കംപ്ലീറ്റ് പഠിച്ചാൽ മാത്രം നമുക്ക് തെറ്റുകൂടാതെ എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ സ്വരങ്ങള്, വ്യഞ്ജനങ്ങള്, ചില്ലക്ഷരങ്ങള്, ചില്ലുകള്, കൂട്ടക്ഷരങ്ങള്, പിന്നെ ചിഹ്നങ്ങളും. ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. കാ, കാ, കി, കി, കു, കൂന്ന് എഴുതിയത്. ഓക്കെ, അതാണ് ചിഹ്നങ്ങൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മള് പഠിക്കണം. അപ്പൊ അറിയാലോ എല്ലാവർക്കും സ്വരാക്ഷരങ്ങൾ. ഫസ്റ്റ് വൺ സ്വരാക്ഷരങ്ങൾ, നെക്സ്റ്റ് വ്യഞ്ജനാക്ഷരങ്ങൾ, അടുത്തതോ വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞാല് ചില്ലക്ഷരങ്ങൾ. കണ്ടോ? ഇൻ, ഇൻ, ഇർ, ഇൽ, ഇൽ എന്നുള്ളത് എഴുതിയിട്ടുണ്ട് മുകളിൽ ഓരോന്നില്. വ്യഞ്ജനാക്ഷരങ്ങൾക്ക് എഴുതിയിട്ടില്ല മുകളില്. ഖ, 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 ങ എന്നുള്ളതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. നെക്സ്റ്റ് കൂട്ടക്ഷരങ്ങൾ താഴെയുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ മക്കള്? നല്ലതുപോലെ ഇത് എഴുതി പഠിക്കണം കേട്ടോ. സ്വരാക്ഷരങ്ങൾ എഴുതുക, സ്ലേറ്റിൽ എഴുതി പഠിക്കുക. അതുപോലെ അക്ഷരദീപം ബുക്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അത് കൂടാതെ നിങ്ങളുടെ 2 ലൈൻ ബുക്കിലില്ലേ, അതിലെന്ത് ചെയ്യണം? ഈ സ്വരാക്ഷരങ്ങൾ എഴുതുക. നെക്സ്റ്റ് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുക. എഴുതിയ കാര്യം തന്നെ. നെക്സ്റ്റ് അടുത്തത് ചില്ലക്ഷരങ്ങൾ എഴുതുക. അടുത്ത എന്താ? ലാസ്റ്റ് വൺ കൂട്ടക്ഷരങ്ങളും. ഓക്കെ അല്ലേ? എഴുതുവല്ല മക്കളും? കുറെ അധികമായി ഒന്നിച്ച് കുറച്ച് എഴുതിയാൽ മതി കേട്ടോ. പക്ഷെ നിങ്ങളത് എഴുതി നല്ല തറവായി പഠിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ആ പേജിൽ പറഞ്ഞ അക്ഷരമാലയില് ആദ്യം അ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഒ, ഔ, അം, ആ. അടുത്തതോ വ്യഞ്ജനാക്ഷരങ്ങളിലെ ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഛ, ഞ, ട, ഠ, ഡ, ഠ, ന, ത, ത, ദ, ഥ, ന, പ, ഫ, ബ, ഭ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. നെക്സ്റ്റ് ചില്ലുകളാണ് പറയുന്നത്. ഇൻ, ഇൻ, ഇർ, ഇൽ, ഇൽ. അടുത്ത ലാസ്റ്റ് വൺ കൂട്ടക്ഷരങ്ങൾ. ഇക്ക, ഇങ്ങ, ഇങ്ക, ഇച്ച, ഇജ്ജ, ഇഞ്ഞ, ഇഞ്ച, ഇറ്റ്ന, ഇട്ട, ഇണ്ണ, ഇണ്ട, ഇന്ധ, ഇത്ത, ഇദ്ദ, ഇദ്ധ, ഇന്ന, ഇന്ത.
ഇനി ന്ധ 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 3 ന്ധ വരുന്നുണ്ട് കേട്ടോ. പലതരാണ്. ഒന്ന് ന് പ്ലസ് ധായാണ്, അടുത്തത് കണ്ടോ ന് പ്ലസ് ധായാണ്, അടുത്ത മൂന്നാമത്തത് ന് പ്ലസ് ധ, ഗാന്ധിജി എന്നൊക്കെ എഴുതുന്നത്. നെക്സ്റ്റ് ഇപ്പ ഉമ്പ ഇയ്യ ഇശ ഇസ്സ ഇള്ള. ഓക്കെ, ഇത്രയാണ് അതില് കൂട്ടക്ഷരങ്ങൾ വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആ പാഠഭാഗത്തിലുള്ളത്. അപ്പൊ നല്ലതുപോലെ വായിച്ചു പഠിക്കണേ മക്കളെ. പഠിക്കോ? എഴുതുമോ എല്ലാവരും? യെസ്. അടുത്ത പാഠം എന്താ നോക്കിയോ മക്കളെല്ലാവരും? നെക്സ്റ്റ് പേജിൽ എന്താ? 7ാമത്തെ ലെസൺ. എന്താ പേര്? ഞാനും നീയും. ഓക്കെ, ഞാനും നീയും അല്ലെ? ഞാനും നീയും എന്നാണ്. നല്ലൊരു പാട്ടുണ്ട് അവിടെ, ചൊല്ലി രസിക്കാൻ വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് ഞാനും നീയും? നമുക്ക് നോക്കാം അല്ലെ എന്താണെന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ 2 കൂട്ടുകാരുടെ കാര്യങ്ങളാ പറയുന്നത് അല്ലേ? ആ കുട്ടിക്കാലത്തെ സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെയാ? അവിസ്മരണീയങ്ങളാണ് അല്ലേ? നിങ്ങൾ ഇപ്പം കൂട്ടുകൂടുന്നുണ്ടല്ലോ ഈ പ്രായത്തില്. അപ്പൊ കൊറേ കാലം കഴിഞ്ഞ് നിങ്ങൾ വലിയ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓർത്ത് നോക്കണം അല്ലേ? അത് ഭയങ്കരായിരിക്കും അല്ലേ? അതുപോലെ അവിസ്മരണീയങ്ങളാണ് കുട്ടിക്കാലത്തെ സുഹൃത്ത് ബന്ധങ്ങൾ. അനന്തരകാലത്ത് അത്തരം ബന്ധങ്ങളെ നാം ഗൃഹാതുരതയോടെ ഓർക്കും അല്ലേ? കുറെ കാലം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓർമ്മകളൊക്കെ ഇപ്പൊ മിസ്സൊക്കെ പഴയ നിങ്ങളുടെ പ്രായത്തിൽ കഴിച്ചത് ഓർക്കാറുണ്ട് അല്ലേ? അപ്പൊ ഇവര് രണ്ടിപ്പോ ആരൊക്കെയാ? കുറെ കൂട്ടുകാരുണ്ട് ഇവിടെ അല്ലെ? അവരൊക്കെ എന്ത് ചെയ്യും? പഴയ കാര്യങ്ങൾ നമ്മൾ തമ്മില് ഭയങ്കര കൂട്ടായിരുന്നില്ലേന്ന് ഇങ്ങനെ ഓർക്കും അല്ലെ? ഇണക്കവും പിണക്കവും എന്ന് പറഞ്ഞാൽ അത്തരമൊരു സൗഹൃദത്തെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് അല്ലെ? ഇണക്കങ്ങൾ ഉണ്ടാവൂലേ? കൂട്ടുകൂടും, പിന്നെന്ത് ചെയ്യും? പിണങ്ങും. പിണങ്ങാറുണ്ടോ നിങ്ങള്? നമ്മള് കഴിഞ്ഞ LKG-യിലെല്ലാം കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലെ? ചൊടിക്കലുണ്ട്, പിന്നെയും മിണ്ടും അല്ലേ സർഗ? ഇവിടെ ശ്രീഷ്ണ ഗൗരിനന്ദ ഭയങ്കര കൂട്ടുകാരായിരുന്നു. പിന്നെ സമജ്ഞ, ദേവപ്രിയ അല്ലെ? ഇവരൊക്കെ ഭവിക, സർഗ ഇവരൊക്കെ വലിയ കൂട്ടുകാരായിരുന്നു. കഴിഞ്ഞ കാശിനാഥ്, ആരോമല്, പാർവണ, ലക്ഷ്മി പ്രിയ അല്ല ലക്ഷ്മി അഭിലാഷ് അല്ലേ? ഇവരൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. ഒരാളെ വിളിച്ചില്ലെങ്കിൽ പിന്നെ ചൊടിക്കും അല്ലെ? അബ്ദുൽ ഹാദി ആരോടാ കൂട്ടുകൂടിയ? അബ്ദുൽ ഹാദിയെ മിസ് ഇവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാ അവരെ പറഞ്ഞത് കേട്ടോ. ക്രിസ്റ്റോ ജോണ്, പിന്നെ ആരാ? ക്രിസ്റ്റോ ജോണിന് കുറെ കൂട്ടുകാരുണ്ടായിരുന്നു അല്ലേ? സാദ് അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു പഴയത്. ഷൻസ അല്ലെ? ഇവരൊക്കെ കൂട്ടുകാരായിരുന്നു. ധ്യാനാരാ ഉണ്ടായത്? ധ്യാനെ അവിനാഷ് അല്ലേ? ഓക്കെ, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു കൂട്ടുകാരായിട്ട്. ഇലോൺ ഉല്ലാസും. നേരെ അന്ന ഗ്രേസ് ആരെ കൂടെ കൂട്ടുകൂടിയ? അന്ന ഗ്രേസേ ജസ്വൽ വിനു ആരോണ്. അന്ന ഗ്രേസിന് ആരാ കൂട്ടുണ്ടായ? അന്ന ഗ്രേസേ ലക്ഷ്മിയും ഭവികയും കേട്ടോ. അയോൺ സബിന് ആരെയാ കൂട്ട്? അയോൺ സബിന് സുമാമിസ് ആയിരുന്നു കൂട്ട് അല്ലേ? ഓക്കെ, ഇങ്ങനെ എന്റെ പുറകെ ആയിരുന്നു നടക്കാറ്. നൈജലിന് ആരാ ഉണ്ടായി? നൈജലേ അപ്പൊ ഏഞ്ചല് കൈവക്കുക മിസ്സേ ഞാനും ഉണ്ടായിരുന്നല്ലോ അല്ലെ? അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും? നിങ്ങളിനി കുറെ വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർക്കും എന്ത്? പഴയ കൂട്ടുകാരെയൊക്കെ അല്ലെ? പിരിയാൻ പറ്റാത്ത കുറെ കൂട്ടുകാരുണ്ടായിരുന്നു. അതായിരുന്നു ഇവിടെയും പറയുന്നത് അല്ലേ? അതാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പോയാണ് ഇപ്പൊ എന്ത്? കുട്ടിക്കാലത്തുണ്ടായ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ പറയുന്ന അത്തരമൊരു സൗഹൃദത്തെ കുറിച്ച് പറയുന്ന ഒരു ഇത് നമുക്ക് നോക്കാം അല്ലെ? ഈ പാട്ട് അത്രയും അതിനേ സമയം ഉണ്ടാവും, നമുക്ക് നോക്കാം. ഓക്കെ, ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണുവാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ അല്ലേ? എന്താണ്? ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണുവാരി കളിക്കുമ്പോൾ
ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ. ഉണ്ടോ? ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണുവാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ. അല്ലേ? നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞിട്ട് പിണങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ എന്നാണ് പറയുന്നത്. ഞാനും നീയും ചെറുപ്പത്തില് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു? മണ്ണ് വാരി കളിക്കുമ്പോ, മണ്ണ് വാരിട്ടാ കളിക്കില്ലേ നിങ്ങള്? ആണോ? ഇപ്പോഴേതായാലും മണ്ണ് വാരിട്ടാണോ ഇഷാനെ കഴിക്കുക? അല്ല അല്ലേ ഇഷാൻ? ഇഷാൻ അല്ല പറയുന്നുണ്ട്. നസീം എങ്ങനെയാ കഴിക്കുന്നത്? നസീമേ മണ്ണ് വാരിട്ടാന്ന് തോന്നുന്നു. ആൻഡ്രോസ് എങ്ങനെയാ കഴിക്കുക? ആൻഡ്രോസേ, മഹദിയ, ഹസൻ, കൊറേ പേരുണ്ട് വിളിക്കാത്തതല്ലേ. ആദിനാഥ് ഉണ്ട്, ആൽബർട്ട് സ്കറി ഉണ്ട്, ഹെസ ഉണ്ട്, ലോൺ ഉല്ലാസ് ഉണ്ട്, അബ്ദുൽ ഹാദി, മഹദിയ, ദൃശ്യ കെ, മുഹമ്മദ് മിദ്ലാജ് കയറിയിട്ടുണ്ട് അല്ലെ ഇന്ന്. ഷഹാൻ സലീം കയറിയിട്ടുണ്ട്. ഷഹാനെ കാണാറേ ഇല്ലല്ലോ ഷഹാനെ, അല്ലേ? നെക്സ്റ്റ് സമജ്ന, ഇഷാൻ, അന്ന, ഗ്രേസ്. എന്തേ മോനെ? അതെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് സാദ്, അവേദ്യ, ജസ്വൽ ബിനു, അയോൺസബിൻ. നെക്സ്റ്റ് ആദിനാഥ്, ആൻഡ്രോസ്റ്റിയോ, ഗോഡ്വിൻ, അക്സബ്, മുഹമ്മദ് ഷാ. ഓ, അക്സബ് എല്ലാം കൂട്ടുകൂടൽ ആരോടായിരുന്നു അറിയോ? ആരടാ? അമീനോട്, അമീൻ താജിനോട്. ഓക്കെ. നെക്സ്റ്റ് കുറെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. ഓക്കെ, അപ്പോ അതാ പറയുന്നത്, ഞാനും നീയും ചെറുപ്പത്തില് മണ്ണ് വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ. പിണങ്ങുക പറഞ്ഞെന്താ? ചൊടിക്കൽ അല്ലേ? ഇതിനോട് ഞാൻ ചൊടി ഇങ്ങനെ ആക്കും. ഇങ്ങനെ ആക്കാറുണ്ടോ നിങ്ങള്? ഇല്ലേ? ഇല്ലേ? ഇങ്ങനെ ആക്കുന്നതാണല്ലോ ചൊടി മിണ്ടല്, അല്ലേ? ഇങ്ങനെയല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് കുറെ LKG-ന്ന് ഇങ്ങനെ ആക്കും. ഞാൻ നിന്നോട് ചൊടിയാണിടാ, അല്ലെങ്കിൽ ഇങ്ങനെ അറിയല്ലേ? അപ്പൊ അതേപോലെ ഇവിടെ 2 കുട്ടികൾ കണ്ടു അവിടെ മരത്തണലിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? അതന്നെ സമജ്ന. ഓക്കെ. അപ്പൊ ഉണ്ടോ അവര് പറയാണ്, ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണ് വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ. ഓക്കെ, അത്രയാണ് ആ വരികളിൽ പറയുന്നത് അല്ലേ? എല്ലാരും പാടി നോക്കിയേ. ഇഷ്ടപ്പെട്ടോ പാട്ട്? ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണു വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണു വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ. പാടിയെല്ലാവരും? ആരാ ഇന്ന് പാടുന്ന ഇപ്പോ? ഗോഡ്വിനാ? ഗോഡ്വിൻ പാടു. ഗോഡ്വിൻ. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണും വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞ പിണങ്ങിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാ പാടാൻ ഇത്ര ആഗ്രഹമുള്ളവരുണ്ടോ ആരെങ്കിലും? ഇവിടെ സർഗൊക്കെ ഉണ്ട്. വേഗം 2-4 മിനിറ്റ് ഉണ്ട്. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണുവാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇവിടെ ആരാ? ഇഷാനി ഉണ്ട്. ഇഷാനി പാടണം ആഗ്രഹം. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണുവാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നസീം മുഹമ്മദ്. വേഗം അൺമ്യൂട്ട് ചെയ്യ് നസീം.
ചെറുപ്പത്തിലാണ്. ഞാനും നീയും അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല മോനെ. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണ് വാരി കളിക്കുമ്പോ ഒന്നും രണ്ടും പറഞ്ഞു പിണങ്ങിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അയോൺ സബിൻ. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണ് വാരി കളിക്കുമ്പോ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇവിടെ ഏഞ്ചല് കുറെ പ്രാവശ്യമായി കൈ പൊക്കുന്നു. ഏഞ്ചല് വേഗം അൺമ്യൂട്ട് ചെയ്ത് പാടെ, ഇപ്പം സമയം കഴിയും. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണ് വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു കളിക്കുമ്പോൾ ഒന്നും രണ്ടും നാം പിണങ്ങിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആൽബർട്ട്. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണ് വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇവിടെ അവേദ്യ. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണ് വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഹസൻ. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണ് വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആദിനാഥ് കെ പി. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണ് വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പിണങ്ങിയില്ലേ. പിണങ്ങിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ദൃശ്യ. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണ് വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് പിണങ്ങിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എല്ലാവർക്കും പാടണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? അടുത്ത ക്ലാസ്സിൽ മിസ് പാടിപ്പിക്കാം. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, ബൈ, സി യു. ബൈ. ഓക്കെ, ബൈ.